പല സംസ്കാരങ്ങളിലും പ്രത്യേകിച്ച് ഇസ്ലാമിക് മെഡിസിനിലും ആയുർവേദത്തിലും പ്രയോഗിക്കുന്ന പരമ്പരാഗത ചികിത്സയാണ് ഹിജാമ അഥവാ വെറ്റ് കപ്പിംഗ്. രക്തം ശുദ്ധീകരിക്കുക, വേദന കുറയ്ക്കുക, ശരീരത്തിലെ ദോഷകരമായ ഘടകങ്ങളെ നീക്കം ചെയ്യുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഹിജാമ ചികിത്സയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഹിജാമ ചെയ്യുന്നതിലൂടെ ചർമ്മോപരിതലത്തിൽ നിന്ന് കെട്ടിക്കിടക്കുന്നതും മലിനവുമായ രക്തത്തെ പുറന്തള്ളാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിന്റെ സ്വാഭാവികമായ ശുദ്ധീകരണ പ്രക്രിയയെ ത്വരിതപ്പെടുത്തുന്നു. ചർമ്മത്തെ സക്ഷു സൃഷ്ടിച്ച് ചെറിയ മുറിവുകൾ ഉണ്ടാക്കി രക്തം പുറത്തെടുക്കുന്ന പ്രക്രിയയാണിത്. ഹിജാമ ചെയ്യാൻ അനുയോജ്യരായവർ: ദീർഘകാല വേദന, മൈഗ്രെയിൻ, ക്ഷീണം എന്നിവ കൊണ്ട് അലട്ടുന്നവർക്കും അല്ലെങ്കിൽ ശരീരശുദ്ധി വേണമെന്ന് തോന്നുമ്പോഴും ഹിജാമ മികച്ച തെരഞ്ഞെടുപ്പാകും. ജീവിതശൈലി സംബന്ധമായ രോഗങ്ങൾ, അതായത് ഹൈപ്പർ ടെൻഷൻ, നിയന്ത്രണത്തിലുള്ള പ്രമേഹം, മസിൽ അല്ലെങ്കിൽ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ ചെയ്യാവുന്നതാണ്. സ്ട്രെസ്, ഉറക്ക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ കാരണം ഹിജാമ ശരീര മനോശാന്തി നൽകാൻ സഹായിക്കും. കായിക താരങ്ങൾക്ക് പുനരുജ്ജീവനത്തിനും മസിൽ ഫ്രീ ആക്കാനും ഹിജാമ ഉത്തമ പരിഹാരമാണ്. എന്നിത് ചെയ്യാൻ പാടില്ലാത്തവർ: 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, വൃദ്ധരും ദുർബലരും കുറഞ്ഞ പ്രതിരോധ ശേഷിയുള്ളവരും ചെയ്യാൻ പാടില്ല. ഗർഭിണികൾ, പ്രത്യേകിച്ച് ആദ്യവും അവസാനവും മാസങ്ങളിൽ, രക്തസ്രാവ രോഗങ്ങൾ ഉള്ളവർ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനിയ തുടങ്ങിയ അസുഖങ്ങളുള്ളവർ, അല്ലെങ്കിൽ ബ്ലഡ് തിന്നിങ് മരുന്നുകൾ കഴിക്കുന്നവർ. പിന്നെ വരുന്നത് ഗുരുതരമായ രക്തക്ഷയം, അതായത് അനീമിയ, അല്ലെങ്കിൽ വളരെ കുഞ്ഞ് ബ്ലഡ് പ്രഷർ ഉള്ളവരൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നത് കപ്പിംഗ് ചെയ്യേണ്ട സ്ഥലത്ത് ചർമ്മ രോഗങ്ങൾ അല്ലെങ്കിൽ അണുബാധകൾ ഉള്ളവർ എന്ത് ചെയ്യാൻ പാടില്ല. ഈ ഒരു സംഭവം കോൺട്രാൻഡിക്കേഷൻ ആണ്. ഇനി നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം? പരിശീലനം നേടിയ വിദഗ്ധനെ സമീപിക്കാം. കുറഞ്ഞത് 2-3 മണിക്കൂർ മുമ്പ് ഭാരം കൂടിയ ഭക്ഷണം ഒഴിവാക്കാം. അമിതമാവാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കാം. മനസ്സിനെ ശാന്തമാക്കുക, കാരണം ഹിജാമ ശാരീരികവും ആത്മീയവുമായ ചികിത്സയെ കണക്കാക്കപ്പെടുന്നു. മെഡിക്കൽ പരിശോധന നടത്തുക. ഇനി ഹിജാമയ്ക്കിടെ എന്തൊക്കെ നോക്കണം എന്നുള്ളതാണ്. പരിശീലനം നേടിയ വിദഗ്ധൻ സ്റ്റൈറൽ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഹിജാമ നടത്തണം. ഗ്ലൗസ്, സ്റ്റെറിലൈസ്ഡ് കപ്പുകൾ എന്നിവയിൽ ശുചിത്വം പാലിക്കുക. രോഗി ആശ്വാസകരമായ നിലയിൽ ഇരിക്കണം. തലചുറ്റൽ അസ്വസ്ഥത ഉണ്ടോ എന്ന് നിരീക്ഷിക്കാം. സെഷന്റെ ദൈർഘ്യം, കപ്പുകളുടെ എണ്ണം രോഗിയുടെ അവസ്ഥ അനുസരിച്ച് നിയന്ത്രിക്കാം. ഇനി ഹിജാമയ്ക്ക് ശേഷം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കൂടുതൽ സമയം വിശ്രമിക്കുക. കുറച്ച് സമയത്തേക്ക് കഠിനമായ ജോലികൾ ചെയ്യുന്നത് ഒഴിവാക്കാം. ലഘുവായ പോഷക സംബന്ധമായ ഭക്ഷണം കഴിക്കാം. കപ്പിംഗ് ചെയ്ത സ്ഥലങ്ങൾ ശുചിയായി സൂക്ഷിക്കുക. ചൊറിയുന്നത് എന്തേലും ഒഴിവാക്കണം. പ്രകൃതിദത്ത എണ്ണകൾ, ഒലിവ് ഓയിൽ, കറുത്ത ജീരക എണ്ണ ഉപയോഗിക്കാം. തണുത്ത അന്തരീക്ഷത്തിൽ നിന്ന് മാറി നിൽക്കുക. നീന്തൽ 24 മണിക്കൂർ സമയത്തേക്ക് ഒഴിവാക്കണം. അസാധാരണ ലക്ഷണങ്ങൾ, അധിക രക്തസ്രാവം, അണുബാധ, തലചുറ്റൽ എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിദഗ്ധനെ സമീപിക്കേണ്ടതാണ്. ഹിജാമ സുരക്ഷിതവും പ്രൊഫഷണലായും ചെയ്താൽ ആരോഗ്യത്തിന് ഗുണകരമായ ചികിത്സയാണ്. എന്നാൽ ഇത് എല്ലാവർക്കും അനുയോജ്യമല്ല. വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി വിലയിരുത്തണം. ശരിയായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച രോഗികൾക്ക് ഹിജാമയുടെ ചികിത്സാ ഗുണങ്ങൾ പരമാവധി ലഭിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. താങ്ക്